Good morning, students. Welcome to the another class of DCS 1. Today we are going to discuss some basic definitions. First one, neutral axis. It is a layer where stress does not exist, or we can say stress is zero at neutral axis. It divides the beam section into two zones. The zone above the neutral axis is called compression zone, and the zone below the neutral axis is called tension zone in a simply supported beam. Okay, neutral axis എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലെയർ ദാറ്റ് ഡിവൈഡ്സ് ദറ്റ് ബീം ഇൻറ്റു ടു സെക്ഷൻസ്. ടോപ്പിൽ വരുവാണെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ടോപ്പിലാണെങ്കിൽ കംപ്രഷൻ, ബോട്ടത്തിലോട്ടാണെങ്കിൽ ടെൻഷനായിട്ട് ആ ബീമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ്. അവിടെ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും വാല്യൂ സീറോ ആയിരിക്കും. സി ഇൻ ദ ഫിഗർ you can see this dashed line. Okay, this represents neutral axis and is denoted by N and Na. Okay, next is depth of neutral axis. The normal distance between the top edge of the beam and the neutral axis is called depth of neutral axis. Okay, you can see the perpendicular distance from the top edge of the beam to the neutral axis. This depth is called neutral axis depth and is denoted by N, or we can denote it by X or XU, okay, etc. There are several notations for this particular neutral axis depth while we go through various textbooks. Generally, we are using the notation XU. Okay, throughout this semester, we are using the denotation XU. Next is lever arm. It's the distance between the net compression and net tensile force. Okay, you can see in the stress profile there is net compression acting and net tension acting. Okay, net compression and net tension. The perpendicular distance between this compressive force and this tensile force is what is called lever arm, and it is denoted by Z. Okay, depth of neutral axis is denoted by XU and lever arm distance is denoted by Z. എന്താണ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്? ബീമിൻ്റെ ടോപ്പിലെ എഡ്ജ് മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡെപ്തിനെയാണ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ XU ആണ്. ജനറലി നമ്മളും XU ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ കമ്മിങ് എന്താണ് ലിവർ ആം എന്നുള്ളത്. എന്താണ് ലിവർ ആം? കംപ്രഷൻ ഫോഴ്സും ടെൻഷൻ ഫോഴ്സും, ഈ രണ്ട് ഫോഴ്സുകളുടെ ഇടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ലിവർ ആം അല്ലെങ്കിൽ ഇസഡ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. Next is limiting neutral axis depth, or you can denote it as XU limit. XU limit. ന്യൂട്രൽ ആക്സിസ് ഡെപ്തിനെ നമ്മൾ XU എന്ന് ഡിനോട്ട് ചെയ്തു. ആൻഡ് ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് ഡെപ്തിനെ XU ലിമിറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ മാക്സിമം ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ദാറ്റ് ഈസ് ലിമിറ്റഡ് ടു എൻഷുവർ ദാറ്റ് എന്താണ് ദ ടെൻസൈൽ സ്റ്റീൽ will reach its yield stress before concrete fails in compression. Thus a brittle failure is avoided. ന്യൂട്രൽ ആക്സിസിന് കിട്ടാവുന്ന ഏറ്റവും മാക്സിമം ഡെപ്ത് എന്തിനു വേണ്ടി? ടു എൻഷുവർ ദാറ്റ് സ്റ്റീൽ ആദ്യം അതിൻ്റെ ഈൽഡ് സ്ട്രെസ്സിൽ റീച്ച് ചെയ്യും ബിഫോർ കോൺക്രീറ്റ് റീച്ചസ് ഇറ്റ്സ് ഡിസൈൻ സ്ട്രെസ്. നമുക്കറിയാം കോൺക്രീറ്റിൻ്റെ ഡിസൈൻ സ്ട്രെസ് എത്രയാണ്? 0.45 FCK. സ്റ്റീലിൻ്റെ കേസിലാണെങ്കിൽ 0.87 FI. ഇത് രണ്ടുമാണ് ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം സ്റ്റീൽ ഈൽഡ് സ്ട്രെസ്സിൽ എത്തിയാലാണ് എന്ത് ഫെയിലിയർ സംഭവിക്കുക? ഡക്റ്റൈൽ ഫെയിലിയർ സംഭവിക്കുക. വാട്ട് ഈസ് ഡക്റ്റിലിറ്റി? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ബൈ വെർച്യൂ ഓഫ് വിച്ച് എ മെറ്റീരിയൽ ഷോസ് ലാർജ് എമൗണ്ട് ഓഫ് ഡീഫോർമേഷൻ ബിഫോർ ഫെയിലിയർ. അതായത് ഫെയിലിയറിന് മുന്നേ നമുക്കൊരു വാർണിംഗ് കിട്ടിയിട്ട് ഫെയിൽ ആവുക എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റീലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇൻ ദ കേസ് ഓഫ് കോൺക്രീറ്റ് ആണെങ്കിൽ അതൊരു സഡൻ ക്രഷ് ആയിരിക്കും ഉണ്ടാവുക, സഡൻ ക്രഷിങ് ആയിരിക്കും, നമുക്ക് കോൺക്രീറ്റ് ഫെയിലിയർ കാണാം. ബട്ട് സ്റ്റീലാണെങ്കിൽ അത് ഈൽഡിങ് സംഭവിച്ച നെക്കിങ് അങ്ങനെ സ്ലോലി ആണത് ഫെയിലിയർ സംഭവിക്കുക. അപ്പോൾ വിച്ച് വൺ ഇസ് ബെറ്റർ? സ്റ്റീൽ ഈൽഡ് ചെയ്യുന്നതാണ് കോൺക്രീറ്റ് ക്രഷ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ബെറ്റർ വാർണിംഗ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീൽ അതിൻ്റെ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത് FI വാല്യൂവിൽ, ഇപ്പോൾ FI ഇൻ ദ കേസ് ഓഫ് 250 ആണെങ്കിൽ അതിൻ്റെ ആ ഈൽഡ് സ്ട്രെസ് അല്ലെങ്കിൽ ആ ഡിസൈൻ സ്ട്രെസ്സിലോട്ട് ആദ്യം കോൺക്രീറ്റ് ഫാസ്റ്റായിട്ട് റീച്ച് ചെയ്യുന്നതിന് മുന്നേ സ്റ്റീൽ റീച്ച് ചെയ്യാൻ വേണ്ട ആ പർട്ടിക്കുലർ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ ആ മാക്സിമം ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസിനെയാണ് ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് maximum depth of neutral axis that is required to ensure that the tensile steel will reach its yield stress prior to
the crushing of concrete, so that we can avoid a brittle failure, okay, to ensure ductile failure. നെക്സ്റ്റ് ഇത്രയുമായിരുന്നു നമുക്ക് പറയാനുള്ള കോമൺ ഡെഫിനേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീം സെക്ഷൻ, ഓക്കെ, നമ്മൾ ഓൾറെഡി ബീം സെക്ഷനും സ്ട്രെസ് പ്രൊഫൈലും സ്ട്രെയിൻ പ്രൊഫൈലും ഡ്രോ ചെയ്തതാണ്, എങ്ങനെയാണെന്നുള്ളത് കണ്ടതാണ്. ആ ഒരു ബീം സെക്ഷനെ തന്നെ, സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം സെക്ഷനെ വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻ ടു 3 ടൈപ്സ്. ഫസ്റ്റ് വൺ ഇസ് ബാലൻസ്ഡ് സെക്ഷൻ, നെക്സ്റ്റ് ഇസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ, ആൻഡ് ദ തേർഡ് വൺ ഇസ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. അങ്ങനെ നമുക്ക് 3 ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആൻഡ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ് ആർ ഓൾസോ കോൾഡ് അൺബാലൻസ്ഡ് സെക്ഷൻസ് എന്നും കൂടി അത് നമുക്ക് പറയാം. ഓക്കെ, അൺബാലൻസ്ഡ് സെക്ഷൻസ്. സോ വി ഹാവ് 3 ടൈപ്സ് ഓഫ് ബീം സെക്ഷൻസ്. ഫസ്റ്റ് വൺ ഈസ് balanced section, second one is under reinforced section, third one is over reinforced section. First one is balanced section. A section is known as balanced section in which the compressive stress in concrete and the tensile stress in steel both will reach their maximum permissible value simultaneously. Okay. അതായത് സ്റ്റീൽ അതിൻ്റെ മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള വാല്യൂ, ദാറ്റ് ഈസ് 0.85 FIയിലോട്ടും ദെൻ ഈൽഡ് സ്ട്രെസ് FIയിലോട്ടും ദെൻ കോൺക്രീറ്റ് ആണെങ്കിൽ FCKയിലോട്ടും സ്റ്റീലാണെങ്കിൽ FYയിലോട്ടും സൈമൾട്ടേനിയസ്ലി, അതായത് ഒരുമിച്ച് റീച്ച് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് രണ്ടും അതിന് മാക്സിമം ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഒരേ ടൈമിൽ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ സ്ട്രെസ് ഒരേ ടൈമിൽ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ, സച്ച് സെക്ഷൻസ് ആർ കോൾഡ് ബാലൻസ്ഡ് സെക്ഷൻസ്. in which the compressive stress in concrete and the tensile stress in steel, രണ്ടിൻ്റെയും സ്ട്രെസ്സുകൾ, നമുക്ക് 2 മെറ്റീരിയൽസ് ആണുള്ളത് അല്ലെ, കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ, രണ്ടാളും ഒരേ ടൈമിൽ ഒരുമിച്ച് ഫെയിൽ ആവുന്ന സെക്ഷൻസിനെയാണ്, ബാലൻസ് ചെയ്ത് പോകുന്ന സെക്ഷൻസിനെയാണ് ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ദ ന്യൂട്രൽ ആക്സിസ് ഓഫ് ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറയുന്നതിന് ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്നോ XU മാക്സ് എന്നൊക്കെ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിനെയാണ് നമ്മൾ XU മാക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നത് വെച്ചാൽ, ഏരിയ ഓഫ് സ്റ്റീൽ പ്രൊവൈഡഡ് ഈസ് സഫീഷ്യൻ്റ്, അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ റിക്വയർഡ് ഏരിയയാണ് നമ്മൾ കറക്റ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ജനറലി റീഇൻഫോഴ്സ്ഡ് RCC സെക്ഷൻസ് എല്ലാം നമ്മൾ ബാലൻസ്ഡ് സെക്ഷനായിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുക. ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റീല് കോൺക്രീറ്റും രണ്ടിൻ്റെ പെർമിസിബിൾ സ്ട്രെസ്സിലോട്ട് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ്സിലോട്ട് ഒരുമിച്ച് റീച്ച് ചെയ്യുമ്പോൾ രണ്ടും ഒരേ ടൈമിലാണ് ഫെയിലിയർ സംഭവിക്കുക. എങ്ങനെയാണ് ഫെയിലിയർ സംഭവിക്കുക? നമുക്ക് 2 മെറ്റീരിയലാണോ ഉള്ളത്, കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ, രണ്ടും കൂടി ഒരുമിച്ച് ആക്ട് ചെയ്താലാണ് നമ്മുടെ RCC ആവുക. ഓക്കെ, നിങ്ങളത് 2 മെറ്റീരിയലായിട്ട് തന്നെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക, സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ്. സ്റ്റീൽ വിൽ റീച്ച് ഇറ്റ്സ് ഈൽഡ് സ്ട്രെസ് ആൻഡ് അതാണ് കോൺക്രീറ്റ് അതിൻ്റെ ഡിസൈൻ സ്ട്രെസ്, രണ്ടും ഒരുമിച്ച് സ്ട്രെസ്സിലോട്ട് റീച്ച് ചെയ്യുന്നു. അപ്പോൾ റീച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫെയിലിയർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇൻ ദ കേസ് ഓഫ് സ്റ്റീൽ എങ്ങനെയാണ് ഫെയിൽ ചെയ്യുക? ബൈ ഈൽഡിങ്. നെക്കിങ് സ്റ്റാർട്ട് ചെയ്ത് അത് ഈൽഡ് ചെയ്തു പോകും. വാട്ട് ഹാപ്പൻസ് ഇൻ ദ കേസ് ഓഫ് കോൺക്രീറ്റ് ആണെങ്കിൽ അത് പെട്ടെന്ന് ക്രഷ് ചെയ്തു പോകും. അപ്പോൾ ഈൽഡിങ് ആൻഡ് ക്രഷിങ് ദാറ്റ് ബോത്ത് ഒക്കേഴ്സ് സൈമൾട്ടേനിയസ്ലി, അല്ലെങ്കിൽ രണ്ടാളും സ്ട്രെസ് സൈമൾട്ടേനിയസ് ആയിട്ട് റീച്ച് ചെയ്യും, അതുപോലെ തന്നെ ഫെയിലിയറും സൈമൾട്ടേനിയസ് ആയിട്ട് റീച്ച് ചെയ്യുന്ന such sections are called balanced sections. Okay, a section in which both the compressive stress and the tensile stress will reach the maximum permissible value simultaneously. You can see in the figure XU max. Next is the case of under reinforced section. If the area of steel is provided less than that required for a balanced section, balanced section വേണ്ട AST നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ദാറ്റ് മീൻസ് a lesser amount. ബാലൻസ്ഡ് സെക്ഷന് സപ്പോസ് 4 ബാർ ആയിരുന്നു, 4 bars ഓഫ് 16 mm ഡയമീറ്റർ ആയിരുന്നു വേണ്ടതെങ്കിൽ, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ 3 bars ആണ് കൊടുത്തതെങ്കിൽ എന്ത് പറ്റും? ബാലൻസ്ഡ് സെക്ഷന് വേണ്ട AST നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ ഉള്ള 3, ദാറ്റ് ഈസ് 3 AST ബാർ അല്ല, ആ ഒരു 316 mm ബാർ അതിൻ്റെ മാക്സിമം ലോഡ് ക്യാരിങ് കപ്പാസിറ്റി, മാക്സിമം ലോഡ് ക്യാരി ചെയ്ത് അതിൻ്റെ ഈൽഡ് സ്ട്രെസ്സിലോട്ട് പെട്ടെന്ന് റീച്ച് ചെയ്യും, ദാറ്റ് ഈസ് FY അല്ലേ. അത് മാക്സിമം ലോഡ് ക്യാരി ചെയ്തിട്ട് 3 ആളേ ഉള്ളൂ, 4 ആളുടെ ലോഡ് 3 ആളും കൂടെ ക്യാരി ചെയ്താൽ എത്ര പെട്ടെന്ന് വേഗം അവരുടെ കപ്പാസിറ്റി കഴിയില്ല. അപ്പോൾ എന്ത് പറ്റും? ആദ്യം സ്റ്റീല് ഈൽഡ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റീൽ വിൽ റീച്ച് ഇറ്റ്സ് ഈൽഡ് സ്ട്രെസ് റാദർ ദാൻ കോൺക്രീറ്റ് പതുക്കെ എത്തുന്നുള്ളൂ. ലോഡ് ക്യാരി ചെയ്ത് എത്തുമ്പോഴത്തേനും സ്റ്റീൽ 3 ആളെ ഉണ്ടായിരുന്നുള്ളൂ, ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സ്റ്റീൽ റിക്വയർഡ് വാസ് മോർ. ഓക്കെ, നമുക്ക് ആവശ്യത്തിന് അധികം വേണമായിരുന്നു, 4 വേണമായിരുന്നു, ബട്ട് നമ്മൾ 3 ബാർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. സോ ആ 3 ബാർ പെട്ടെന്ന് ഈൽഡ് ചെയ്തു, അതിന് സ്ട്രെസ്സിലോട്ട് എത്തും അല്ലേ. നമ്മൾ
ജനറലി വിചാരിക്കാം നമുക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ 4 ആൾ വേണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 3 ആളെയും കൊണ്ട് നമ്മൾ എൻ്റയർ വർക്ക് ചെയ്യിപ്പിച്ചാൽ എന്നാ പറ്റും? 3 ആളുടെ കപ്പാസിറ്റി പെട്ടെന്ന് തീരും അല്ലേ? അതേപോലെ തന്നെ ഇവിടെ നമ്മൾ 4 ബാർ വേണ്ടടുത്ത് 3 ബാർ ഇട്ട് കൊടുത്താൽ 3 ആൾ ഈൽഡ് സ്ട്രെസ്സിലോട്ട് പെട്ടെന്ന് റീച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ആദ്യം ഫെയിലാവും. കോൺക്രീറ്റ് ആയിരിക്കുമോ സ്റ്റീൽ ആയിരിക്കുമോ ആദ്യം ഫെയിലാവുക? ഓഫ് കോഴ്സ് സ്റ്റീൽ വിൽ ഫെയിൽ ഫസ്റ്റ് അല്ലേ? സ്റ്റീൽ ആദ്യം ഫെയിലാവും. കോൺക്രീറ്റ് ക്രഷിങ് നടക്കുന്നതിന് മുന്നേ സ്റ്റീൽ ഈൽഡ് ചെയ്യും. സച്ച് കേസസ് ആർ കോൾഡ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ദ എമൗണ്ട് ഓഫ് സ്റ്റീൽ റിക്വയർഡ് ഈസ് നോട്ട് പ്രൊവൈഡഡ്. സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സച്ച് സെക്ഷൻസ് വിൽ ഓട്ടോമാറ്റിക്കലി ടേൺ ടു ബി അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ്. ഡ്യൂ ടു ലെസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ത് പറ്റും? ദ പൊസിഷൻ ഓഫ് ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ദാറ്റ് ഈസ് XU വിൽ ഷിഫ്റ്റ് എബവ് ദ ക്രിട്ടിക്കൽ ന്യൂട്രൽ ആക്സിസ്. XUവിൻ്റെ പൊസിഷൻ കുറച്ചുകൂടെ മാറും ന്യൂട്രൽ ആക്സിസിന്. ദാറ്റ് ഈസ് XU മാക്സിനേക്കാളും, ദാറ്റ് ഇസ് മാക്സിമം ലിമിറ്റ് ഓഫ് ന്യൂട്രൽ ആക്സിസിനേക്കാളും ഷിഫ്റ്റ് ചെയ്യും ടോപ്പിലോട്ട്, മുകളിലോട്ട് XU ഷിഫ്റ്റ് ചെയ്യും അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസിൽ. സച്ച് കേസസ് ആർ കോൾഡ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. യു ക്യാൻ സീ ഇൻ ദ ഫിഗർ. ഈ ഒരു ഫിഗറിലോട്ട് ശ്രദ്ധിക്കുക. XU ഇസ് ലെസ്. നമ്മുടെ പുതിയ XU എന്ന് പറയുന്നത് ആ ഒരു ടോപ്പ് ലെവലിലാണ് അല്ലേ? XUവിനേക്കാളും ടോപ്പിലാണ്, XU മാക്സിനേക്കാളും ടോപ്പിലായിട്ടാണ് XU കിടക്കുന്നത്. ഇൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ സ്റ്റീൽ ഇസ് ഫുള്ളി സ്ട്രെസ്ഡ് ആസ് കോൺക്രീറ്റ് ഇസ് അണ്ടർ സ്ട്രെസ്ഡ്. കോൺക്രീറ്റ് അതിന് മാക്സിമത്തിലോട്ട് എത്തുന്നില്ല. ഫുള്ളി സ്ട്രെസ്ഡ് ആവുന്നത് ആരാണ്? സ്റ്റീലാണ്. സ്റ്റീൽ ബീയിങ് ഡക്റ്റൈൽ ടേക്സ് സം ടൈം ടു ബ്രേക്ക് ദിസ് ഗീവ് സഫീഷ്യൻറ്റ് വാർണിംഗ് ബിഫോർ ദ കൊളാപ്സ്. സ്റ്റീൽ ഈൽഡ് ചെയ്ത് ഫെയിൽ ആവുക. അപ്പോഴത്തേന് പതുക്കെയാണ് ആര് ഫെയിൽ ആവുള്ളൂ? കോൺക്രീറ്റ്. മനസ്സിലായി? ആദ്യം സ്റ്റീൽ ഈൽഡ് ചെയ്ത് വരും. സ്റ്റീൽ ഈൽഡ് ചെയ്താൽ തന്നെ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അല്ലേ? സ്റ്റീൽ നെക്കിങ് ഒക്കെ സംഭവിച്ച് പതുക്കെ ഫെയിൽ ആവുള്ളൂ. ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മുടെ എത്തുള്ളൂ? കോൺക്രീറ്റ് പുറകെ പതുക്കെ ക്രഷിങ് നടന്നെത്താൻ, മീൻസ് ലോഡ് ക്യാരി ചെയ്ത് അതിൻ്റെ മാക്സിമത്തിലോട്ടെത്താൻ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം കിട്ടും. അതിന് മുന്നേ സ്റ്റീൽ ഈൽഡ് ചെയ്ത് തുടങ്ങും. സോ ഇതാണെന്ത്? ഒരു സഫീഷ്യൻറ്റ് വാർണിംഗ് നമുക്ക് കിട്ടും. ബിഫോർ ദ ഫൈനൽ കൊളാപ്സ് ഓഫ് ദ സ്ട്രക്ചർ വിൽ ഗെറ്റ് എ സഫീഷ്യൻറ്റ് വാർണിംഗ്. ഫോർ ദിസ് റീസൺ ആൻഡ് ഫ്രം എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ് ആർ ഡിസൈൻഡ്. അതുകൊണ്ടാണ് നമ്മൾ ചില സെക്ഷൻസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? സഫീഷ്യൻറ്റ് വാർണിംഗ് കിട്ടും. പ്ലസ് എക്കണോമിക്കലാണ് അല്ലേ? മെറ്റീരിയൽ കുറവായിരിക്കും. റിക്വയർഡ് AST നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല ചില കേസുകളിൽ. അപ്പോൾ നമ്മളത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ് ആയിട്ട് ഡിസൈൻ ചെയ്യും. സോ ഐ തിങ്ക് ക്ലിയർ. ബാലൻസ്ഡ് സെക്ഷൻ ആണെങ്കിൽ ബോത്ത് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് വിൽ ഫെയിൽ സൈമൾട്ടേനിയസ്ലി. ബട്ട് ഇൻ ദ കേസ് ഓഫ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ സ്റ്റീൽ വിൽ സ്റ്റാർട്ട് yielding ഫസ്റ്റ് ദാൻ കോൺക്രീറ്റ്. നെക്സ്റ്റ് ഇസ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. പേരിൽ നിന്ന് നമുക്ക് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഓവർ റീഇൻഫോഴ്സ്ഡ് the AST or the steel amount of steel provided is greater than that required for a ബാലൻസ്ഡ് സെക്ഷൻ. ബാലൻസ്ഡ് സെക്ഷൻ ആവശ്യമായ സ്റ്റീലിനേക്കാൾ കൂടുതൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷൻസാണ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ എന്തായിരിക്കും? സ്റ്റീൽ കൂടുതലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക 4 ബാർ സ്റ്റീലുണ്ട്. മിസ് റിക്വയർഡ് ഇസ് 4. വി ആർ പ്രൊവൈഡിങ് 5 bars ഓഫ് ദ സെയിം ഡയമീറ്റർ. ദാറ്റ് ഈസ് നമുക്ക് ഈ ബീം സെക്ഷൻ ആവശ്യമുള്ളത് 4 bars ഓഫ് 16 mm ആണെന്ന് വിചാരിക്കുക. ബട്ട് നമുക്ക് 5 bars ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 5 bars ഓഫ് 16 mm പ്രൊവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. 5 bars നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ആകെ 4 ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വരുന്ന ലോഡ് 4 ആൾ എടുക്കേണ്ടതിന് പകരം 5 ആൾ ഈ സ്ട്രെസ് ഫുൾ ക്യാരി ചെയ്യുക. ലോഡ് മുഴുവൻ 5 ആളും കൂടെ ക്യാരി ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും അല്ലേ? സ്റ്റീൽ ഫെയിൽ ആവാൻ കുറച്ച് ടൈം എടുക്കും. ബട്ട് കോൺക്രീറ്റ് ആ ഉള്ള എമൗണ്ട് തന്നെയുള്ളൂ. അപ്പോൾ ആരാദ്യം ഫെയിലാവും? കോൺക്രീറ്റ് ആയിരിക്കും ആദ്യം ഫെയിൽ ആവും. അവിടെ കോൺക്രീറ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ടല്ല, ബട്ട് സ്റ്റീലിൻ്റെ എമൗണ്ട് കൂടിക്കഴിയുമ്പോൾ ആ ലോഡ് കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂഷൻ സംഭവിച്ച് അവർ പതുക്കെ ഈൽഡ് ആവത്തുള്ളൂ. അപ്പോൾ ആദ്യം അതിൻ്റെ മാക്സിമത്തിലെത്തും? കോൺക്രീറ്റ് അതിന് മാക്സിമത്തിലെത്തി അത് ക്രഷിങ് സംഭവിക്കും. അപ്പോൾ ഇവിടെ ഒരുമിച്ചായിരിക്കില്ല സ്ട്രെസ് ആവുന്നത്. കോൺക്രീറ്റ് ഫുള്ളി സ്ട്രെസ്ഡ് ആയി കഴിയുമ്പോഴേ നമ്മുടെ സ്റ്റീൽ എത്തുള്ളൂ. അപ്പോൾ സ്റ്റീൽ അണ്ടർ സ്ട്രെസ്ഡ് ആണ്. സ്റ്റീൽ ഇസ് ഓവർ റീഇൻഫോഴ്സ്ഡ് ആണ് അല്ലേ? ഓവർ ആണ്, റിക്വയർഡ് എമൗണ്ടിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് കംപ്ലീറ്റ് ആവില്ല. അതിനു മുന്നേ കോൺക്രീറ്റ് ഫുള്ളി സ്ട്രെസ്ഡ് ആവും. ആണ് സച്ച് സിറ്റുവേഷൻ എങ്ങനെയാണ്? ബീം ഈ കോൺക്രീറ്റിൻ്റെ ക്രഷിങ് കാരണമായിരിക്കും ഫെയിലിയർ സംഭവിക്കുക, റാദർ ദാൻ ഈൽഡിങ് ഓഫ് സ്റ്റീൽ. എങ്ങനെയാണ് ഫെയിൽ ആവുക? കോൺക്രീറ്റിൻ്റെ ക്രഷിങ് കാരണമായിരിക്കും ഫെയിൽ ആവുക. കോൺക്രീറ്റ് ബീങ് ബ്രിട്ടിൽ പെട്ടെന്ന് ഫെയിൽ ആവും അല്ലേ? ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊരു എക്സ്പ്ലോസീവ് ഫെയിലിയർ ആയിരിക്കും വിതൗട്ട് എനി വാർണിംഗ്. അതാണ് സ്റ്റീലും കോൺക്രീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റീലിൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഡക്റ്റൈൽ failure, but in the case of concrete it's a brittle failure and it happens all of a sudden by crushing of concrete. പെട്ടെന്ന് ക്രഷ് ആവും, ഒരു മാസീവ് ക്രഷിങ് ആയിരിക്കും
അപ്പോൾ അതാണ് നമുക്ക് ഫേവറബിൾ അല്ല. നമുക്ക് സ്റ്റീലിൻ്റെ നെക്കിങ് വഴിയുള്ള ഈൽഡിങ് വഴിയുള്ള സ്ലോ ഫെയിലിയറാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇൻ കേസ് ഓഫ് ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ റിക്വയർഡ് എസ്റ്റിനേക്കാൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ ന്യൂട്രൽ ആക്സിസ് വിൽ ഷിഫ്റ്റ് ഡൗൺവേർഡ് ഫ്രം ദ എക്സ്യൂമാക്സിൽ നിന്ന് താഴോട്ടായിരിക്കും ന്യൂട്രൽ ആക്സിസ് ഷിഫ്റ്റ് ചെയ്ത് പോരുക. ദാറ്റ് ഈസ് എക്സ്യു ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്യൂമാക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ പൊസിഷൻ ആയിരുന്നു, അവിടെ നിന്ന് കുറച്ചുകൂടി താഴോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരും പുതിയ പൊസിഷൻ, ദാറ്റ് ഇസ് എക്സ്യു. സോ എക്സ്യു ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്യൂമാക്സ്. സച്ച് കണ്ടീഷൻസ് ആർ കോൾഡ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻസ്. അപ്പോൾ ഇതായിരുന്നു 3 സെക്ഷൻസിനെ പറ്റി പറയേണ്ടായിരുന്ന. ബാലൻസ്ഡ് സെക്ഷൻ, അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആൻഡ് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. എക്സ്യുവിൻ്റെ കണ്ടീഷൻ വെച്ച് പഠിക്കുക. ദെൻ ആരാദ്യം ഫെയിലാവും, എമൗണ്ട് ഓഫ് AST, ഇത്രയും ബേസിക് കൺസെപ്റ്റുകൾ വെച്ചിട്ട് കമ്പയർ ചെയ്ത് 3 സെക്ഷൻസ് പഠിക്കാം. Okay, I hope everything is clear to you all. Thank you.